ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ബിറ്റ് പെർസിന്റെ മറ്റൊരു നോളജ് ഷെയർ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ലിസ്റ്റിനെ അതുപോലെ ആർബിട്രറി നമ്പേഴ്സ് ഓഫ് ആർഗ്യുമെന്റ്സിനെ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കിയത്. ഈ വീഡിയോയിൽ നമുക്ക് ഫംഗ്ഷൻ മൊഡ്യൂളുകളെ കുറിച്ച് നോക്കാം. അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളൊരു പ്രോഗ്രാമിൽ ഫംഗ്ഷൻ എഴുതുന്നത് കൊണ്ട് ആ ഒരു കോഡിനെ നമുക്ക് മെയിൻ പ്രോഗ്രാമിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ സാധിക്കും. അതുപോലെ ആ ഒരു ഫംഗ്ഷൻ ഒരു സെപ്പറേറ്റ് ഫയലിലായിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അതിനെ നമുക്കൊരു മൊഡ്യൂളായിട്ട് സേവ് ചെയ്യുന്നതിനും അതുപോലെ ആ മൊഡ്യൂളിനെ പിന്നീട് ആ മെയിൻ പ്രോഗ്രാമിലേക്ക് നമുക്ക് കോൾ ചെയ്ത് ആ മൊഡ്യൂളിനുള്ളിലുള്ള ഫംഗ്ഷനുകളെ ആക്സസ് ചെയ്യുന്നതിനും സാധിക്കും. നമ്മൾ ഫംഗ്ഷനുകളെ മൊഡ്യൂളായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷനുകളെ നമുക്ക് മെയിൻ പ്രോഗ്രാമിൽ നിന്നും ഹൈഡ് ചെയ്ത് നിർത്താൻ സാധിക്കും. അതായത് മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ പ്രോഗ്രാമിൽ നിന്നും ആ ഒരു ഫംഗ്ഷൻ എന്ത് ഔട്ട്പുട്ടാണ് നൽകുന്നതെന്ന് അറിയാൻ സാധിക്കത്തില്ല. അതുപോലെ നമുക്ക് ആ ഒരു ഫംഗ്ഷനെ ഏത് പ്രോഗ്രാമിലേക്ക് വേണ്ടി റീയൂസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ആ സെയിം ഫംഗ്ഷൻ വേറെ പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ടി വന്നാൽ നമുക്ക് ആ ഒരു മൊഡ്യൂൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ആ ഡയറക്ടറിയിൽ സേവ് ചെയ്ത ശേഷം ആ ഒരു ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മൊഡ്യൂൾ മറ്റു പ്രോഗ്രാമേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ മറ്റു പ്രോഗ്രാമേഴ്സ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗ്ഷനുകളുടെ ലൈബ്രറീസ് നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതിനും സാധിക്കും. ഫംഗ്ഷനുകളെ മൊഡ്യൂളുകളാക്കാൻ പലതരത്തിൽ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫംഗ്ഷൻസിനെ ഇമ്പോർട്ട് ചെയ്യുന്നതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു ഫയലിൽ നമ്മൾ എന്ത് ഫംഗ്ഷനാണോ എഴുതുന്നത് ആ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം എഴുതിയിട്ടുണ്ടായിരിക്കേണ്ടത്. അതുപോലെ ആ ഒരു ഫയലിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .py ആയിരിക്കണം. ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മൊഡ്യൂളിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .py ആയിരിക്കും. അതുപോലെ ആ ഫയൽ നെയിം എന്ന് പറയുന്നത് പിസ്സ എന്നായിരിക്കും. അതായത് pizza.py എന്നായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മൊഡ്യൂളിന്റെ നെയിം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം ആയിരിക്കും നമ്മൾ ആ ഒരു മൊഡ്യൂളിനുള്ളിൽ സേവ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫംഗ്ഷനെ ആയിരിക്കും നമ്മൾ കോഡിൽ ആക്സസ് ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മൾ ഈ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്ത ശേഷം ആ ഒരു നോട്ട്ബുക്ക് എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡയറക്ടറിയിൽ എത്തിയ ശേഷം അവിടെ ഞാനൊരു ടെക്സ്റ്റ് ഫയലിനുള്ളിൽ ആ ഒരു കോഡ് പേസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു കോഡിൽ മേക്ക് പിസ്സ എന്നൊരു ഫംഗ്ഷൻ ആണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു ഫംഗ്ഷന് സൈസ് അതുപോലെ ടോപ്പിംഗ്സ് എന്നിങ്ങനെ 2 ആർഗ്യുമെന്റ്സ് ആണ് ഉള്ളത്. അതിനുശേഷം ഈ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കിട്ടുന്ന പാരാമീറ്റർ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ടോപ്പിംഗ്സ് എന്ന ആർഗ്യുമെന്റ് ഒരു ആർബിട്രറി നമ്പേഴ്സ് ഓഫ് ആർഗ്യുമെന്റ് ആയിട്ടാണ് പാസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എത്ര പാരാമീറ്റർ ആണോ പാസ് ചെയ്യുന്നത് അതായിരിക്കും ആ ഒരു ആർഗ്യുമെന്റിന്റെ ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ആ ഒരു ഫംഗ്ഷന് ശേഷം ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ പാസ് ചെയ്യുന്ന ഡാറ്റയെ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫയൽ സേവ് ചെയ്ത ശേഷം ആ ഒരു ഫയൽ റീനെയിം ചെയ്ത് pizza.py എന്ന് നെയിം ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ട് പിസ്സ എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് ആ ഫയലിലുള്ള ഫംഗ്ഷനുകളെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ആ ഇമ്പോർട്ട് ചെയ്ത മൊഡ്യൂളിൽ ഉള്ള ഫംഗ്ഷനെ pizza.makePizza എന്ന ഒരു സിന്റാക്സ് ഉപയോഗിച്ച് നമ്മൾ കോൾ ചെയ്യുകയാണ്. അവിടെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് കാണാം. ആദ്യം പാസ് ചെയ്തിരിക്കുന്ന 16 അതുപോലെ പെപ്പറോണി എന്ന 2 പാരാമീറ്ററുകൾ ആർഗ്യുമെന്റ് ആയി അവിടെ റിസീവ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ലൈനും ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നു. ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊഡ്യൂളിൽ നമുക്ക് എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും റൈറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ മാത്രമായി നമുക്ക് ആക്സസ് ചെയ്ത് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഫ്രം മൊഡ്യൂൾ നെയിം ഇമ്പോർട്ട് ഫംഗ്ഷൻ നെയിം എന്ന ഈ സിന്റാക്സ് ആണ് ഉപയോഗിക്കുന്നത്. മുൻപത്തെ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മൊഡ്യൂളിൽ ഒരു ഫംഗ്ഷൻ മാത്രമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ മേക്ക് പിസ്സ എന്ന ഒരു ഫംഗ്ഷൻ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫംഗ്ഷൻ മാത്രം കോൾ ചെയ്യണമെങ്കിൽ ഫ്രം പിസ്സ ഇമ്പോർട്ട് മേക്ക് പിസ്സ എന്ന ഒരു സിന്റാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മൊഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനെ ഒരു വേരിയബിൾ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്ത ശേഷം ആ ഒരു വേരിയബിളിനെ നമുക്ക് പ്രോഗ്രാമിൽ കോൾ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനെ ഒരു സിമ്പിൾ വേരിയബിൾ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്ത ശേഷം അത് പ്രോഗ്രാമിൽ കോൾ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൽ മേക്ക് പിസ്സ എന്നൊരു ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു മൊഡ്യൂളിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫംഗ്ഷനെ mp എന്നൊരു വേരിയബിൾ ഉപയോഗിച്ച്
ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം MP എന്നുപയോഗിച്ച് നമുക്ക് ആ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ സാധിക്കും. മുൻപ് കിട്ടിയതുപോലെ തന്നെ നമുക്കിവിടെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. അതുപോലെ നമുക്കൊരു മൊഡ്യൂളിനെ ഒരു പർട്ടിക്കുലർ വേരിയബിൾ ഉപയോഗിച്ച് അസൈൻ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മൊഡ്യൂൾ പിസ്സ എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂളാണ്. അത് P എന്ന ഒരു വേരിയബിൾ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ p.makePizza എന്ന് ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെയും നമുക്ക് കറക്റ്റ് മുൻപ് കിട്ടിയതുപോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നു. ഒരു മൊഡ്യൂളിൽ ഉള്ള എല്ലാ ഫംഗ്ഷനെയും ഒരുമിച്ച് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കോൾ ചെയ്യുന്നതിന് വേണ്ടി ഓസ്ട്രിക്സ് സിമ്പിൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഫ്രം പിസ്സ ഇമ്പോർട്ട് സ്റ്റാർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മൊഡ്യൂളിൽ ഉള്ള എല്ലാ ഫംഗ്ഷനുകളെയും നമുക്ക് ഇവിടെ കോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു മെത്തേഡുകളിലാണ് നമുക്ക് ഒരു മൊഡ്യൂളിൽ സേവ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷനുകളെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ഒരു ഫംഗ്ഷന്റെ നെയിം എന്ന് പറയുന്നത് എപ്പോഴും ലോവർ കേസ് ആയിരിക്കണം. അതുപോലെ സിമ്പിളുകൾ ഒന്നും ഒരു ഫംഗ്ഷൻ നെയിമിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അണ്ടർസ്കോറുകൾ മാത്രമാണ് നമുക്കൊരു ഫംഗ്ഷൻ നെയിമിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഒരു ഫംഗ്ഷനെ നെയിം അസൈൻ ചെയ്യുമ്പോൾ ആ ഒരു ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നെയിം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആണ് നമ്മളൊരു മൊഡ്യൂളിനെ നെയിം അസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ മൊഡ്യൂളുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ മൊഡ്യൂളുകളിൽ ഫങ്ഷൻസിനെ എങ്ങനെ ആഡ് ചെയ്യാം, ആ ഒരു ഫങ്ഷനെ എങ്ങനെയാണ് പ്രോഗ്രാമിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കിയത്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.